ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ദിസ് ഈസ് മൈ ഇൻറ്റേൺഷിപ്പ് വ്ളോഗ്. നമ്മളുടെ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് വാസ് എ ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സ് എറണാകുളം. ഇവിടെ നമ്മൾക്ക് അലോട്ട് ചെയ്ത ടൈം വാസ് 11 o'clock. ആ ഒരു സമയത്ത് എത്താനാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ തിരക്ക് കുറവായിരുന്നു, കാരണം മിക്ക സ്റ്റാഫും മിക്ക കോർട്ടും വാസ് ഓൺ ലീവ്. ഫസ്റ്റ് ഡേ നമ്മൾ പോയിരുന്നത് MACT കോർട്ടിലായിരുന്നു. ആൻഡ് അവിടുത്തെ കോർട്ട് പ്രൊസീഡിങ്സ് കാണുക, പിന്നെ ഫയൽ പഠിക്കുക, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെയിലി ഡ്യൂട്ടി. പിന്നെ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ വേറെ കുറേ കോർട്ട്സ് ഉണ്ട്, ലൈക്ക് സെഷൻസ് കോർട്ട് ഉണ്ട്, പിന്നെ വി ഹാവ് ദിസ് ഫാമിലി കോർട്ട്, ബാർ അസോസിയേഷൻ. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് പോയി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വന്നു. നമ്മൾ പോയ സമയം ഒരു ഉച്ച സമയമായിരുന്നു, ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ. ആ സമയത്ത് പോയത് കൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവായിരുന്നു. മിക്ക അഡ്വക്കേറ്റ്സും മിക്ക സ്റ്റാഫും ആ ഒരു ബ്രേക്കിന് പോയിരുന്നു. നമ്മളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ ക്യാൻറ്റീൻ അന്വേഷിച്ച് പോയി. നമ്മളൊരു മീല് പറഞ്ഞിരുന്നു. ആൻഡ് ഇവിടെ ഫുഡ് റേറ്റ് ഡിഫറെൻ്റ് ആണ്, അതായത് ലോ ഇൻറ്റേൺസിന് വേറെ റേറ്റ്, ദെൻ അഡ്വക്കേറ്റ്സിനും പിന്നെ പബ്ലിക്കിനൊക്കെ വെവ്വേറെ റേറ്റാണ്. ആൻഡ് ഇത് ഞാൻ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു, അതാണ് ഞാൻ കഴിച്ചത്. ഞാനും അനുചേച്ചിയും സ്നേഹയും കൂടി കഴിച്ചു. പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ, അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ അത് കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിനായിട്ട് ഇവിടെ അടുത്തൊരു മാർട്ടുണ്ട്, അവിടെ നമ്മൾ പോയിട്ട് വന്നു. നമ്മളുടെ സെക്കൻഡ് ഡേ ഇതാണ്. നമ്മളുടെ സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേയിലെ കോർട്ട് പ്രൊസീഡിങ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു ചക്ക നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്തായിരുന്നു, അങ്ങനെ നോട്ട് ചെയ്തെടുത്തതാണിത്. ആൻഡ് നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു. അന്ന് ഞാൻ അവിടുത്തെ മീല് പറഞ്ഞു, അവിടുത്തെ ടേസ്റ്റ് അറിയാൻ വേണ്ടി. പിന്നെ ഇത് അനുചേച്ചി, ഷി വാസ് സെയിങ് ഹൈ. ആൻഡ് പിന്നെ ഇത് ബദ്രിയ ചേച്ചി. ഇതാണ് അവിടുത്തെ ക്യാൻറ്റീൻ്റെ ഫുൾ ലുക്ക്. ഇത് പുറത്തത്തെ സ്പേസാണ്. ആൻഡ് അതല്ലാണ്ട് അവിടെ അകത്തും സ്പേസ് ഉണ്ട്. അവിടെ പക്ഷേ കൂടുതലും അഡ്വക്കേറ്റ്സും ലോ ഇൻറ്റേൺസൊക്കെ ഇരിക്കുന്നത്. പിന്നെയും നമ്മളുടെ കോർട്ട് പ്രൊസീഡിങ്സും കാര്യങ്ങളും കണ്ടിരുന്നു. ആൻഡ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു, ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. ആൻഡ് അടുത്ത ദിവസം അതൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, ബിക്കോസ് നമ്മൾ കോർട്ട് പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മളുടെ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നത്. ഇത് കേട്ടത് നമ്മൾ ചാടി പുറത്തിറങ്ങി നമ്മൾ റിസൾട്ട് നോക്കുമായിരുന്നു. നമ്മൾക്ക് റിസൾട്ടൊക്കെ അറിഞ്ഞു, അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. നമ്മൾ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ ആ റിസൾട്ടൊക്കെ നോക്കി അതിൻ്റെ ഒരു ഹാങ് ഓവറും ഷോക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം നേരം നിൽക്കാണ്ട് ഒരു ചെറിയ ഡിസ്കഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. ആൻഡ് പിന്നെ അടുത്ത ദിവസം, ഈ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മഴ സമയം തുടങ്ങിയിരുന്നു. നമ്മൾ അന്നന്ന് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ട് പോലും എഴുതി അവിടുത്തെ സ്റ്റാഫിനെ ഏൽപ്പിക്കണമായിരുന്നു. ആൻഡ് അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഇൻറ്റേൺഷിപ്പ് അറ്റ് ദിസ് ഡിസ്ട്രിക്ട് കോർട്ട്. ഇവിടെ നിന്ന് നമ്മൾ ഹൈക്കോർട്ടിലേക്ക് പോയി. നമ്മളുടെ സെക്കൻഡ് ഇൻറ്റേൺഷിപ്പ് ഹൈക്കോർട്ടിലാണ് നമ്മൾ ചെയ്തത്. അവിടെ കയറാൻ തന്നെ കുറച്ച് പാടാണ് കേട്ടോ. അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ലൈക്ക് സ്കാൻ ചെയ്യണം, അങ്ങനെ നമ്മുടെ ID കാർഡ് അപ്ലോഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഹൈക്കോർട്ടിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, എല്ലാം അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഹൈക്കോർട്ടിൽ നമ്മൾ AG ഓഫീസിലാണ് നമ്മളുടെ സെക്കൻഡ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ പബ്ലിക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി. ആൻഡ് അവിടെ പോയപ്പോൾ നമ്മൾ 2 ബിരിയാണി, പിന്നെ ബദ്രിയ ചേച്ചി പൊറോട്ടയും ചിക്കനും ആ പറഞ്ഞത്. ഇന്ന് അത്യാവശ്യം മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഫിഷ് സ്റ്റോളിലേക്ക് പോയി. അവിടെ എനിക്ക് കുറച്ച് ഫിഷ് ഫുഡും പിന്നെ കുറച്ച് പെബിൾസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇത് നമ്മളുടെ സൗത്തിലുള്ളൊരു ഫിഷ് സ്റ്റോളാണ്. ഇവിടെ നല്ല അടിപൊളി ഫിഷൊക്കെ കിട്ടും, ലൈക്ക് അക്വാറിയത്തിലിടാൻ പറ്റിയ മീൻ. AG ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ടൈം വാസ് 10 AM. ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് ഞാനും സ്നേഹയും ബദ്രിയ ചേച്ചിയുമാണ്. അനുചേച്ചി ഉണ്ടാവില്ല, അനുചേച്ചി നാട്ടിൽ പോയി. ഇവിടെ AG ഓഫീസിൽ നമ്മൾ കുറച്ച് കേസ് ഫയൽസൊക്കെ പഠിച്ചിട്ട് പിന്നെ ബാക്കി കേസ് പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവിടുത്തെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി അവിടെ തന്നെ സെൻറ്റർ സ്ക്വയർ മോളിലേക്ക് പോയി. ഈ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ആൻഡ് ഫുഡ് ഓർഡർ ചെയ്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് ഇവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഫുഡ് വന്നതും കൊച്ചു നേരെ അറ്റാക്ക് എന്നുള്ള രീതിയിലായിരുന്നു, ഒന്നും നോക്കിയില്ല, നേരത്തെ അങ്ങോട്ട് എടുത്ത് കഴിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒന്ന് ചെറിയൊരു മിറർ വീഡിയോ ഒക്കെ എടുത്തു. ആൻഡ് നമ്മളൊരു സിനിമയ്ക്കും പോയി. ഇവിടെ നമ്മൾ മേളിൽ സിനിപോളിസിലാണ് നമ്മൾ സിനിമയ്ക്ക് പോയത്. നമ്മൾ കണ്ട മൂവി വാസ് ഗുരുവായൂർ അമ്പലം നടയിൽ. മൂവി വാസ് എ വെരി നൈസ് മൂവി. ആൻഡ് നമ്മളിത് ഒരു ചെറിയ വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് പിന്നെ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ വന്നിട്ട് കേസ് ഫയൽസൊക്കെ പഠിച്ചു, പിന്നെ കോർട്ട് പ്രൊസീഡിങ്സ് കണ്ടു. ഇത് തന്നെയായിരുന്നു നമ്മളുടെ ഫുൾ റുട്ടീൻ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഇവിടെ പുറത്തേക്ക് നല്ല തിരക്കാണ് കേട്ടോ. ഹൈക്കോർട്ടിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഹോട്ടൽസിലൊക്കെ ഒരു 1:15 ആകുമ്പോൾ തന്നെ നല്ല തിരക്കായിരിക്കും. നമ്മൾ കുറച്ച് നീങ്ങിയിട്ടാണ് കഴിച്ചത് ഭക്ഷണം.
പിന്നെ നമ്മളൊരു ഫിഷ് കറി മീൽസും പറഞ്ഞു, ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞു, പിന്നെ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു നമ്മളന്ന് കഴിച്ചത്. സോ ഇവിടെ നമുക്ക് അധികം നേരം ആടിപ്പാടിയൊന്നും ഇരിക്കാൻ പറ്റില്ല, ബിക്കോസ് അപ്പോൾ തന്നെ അടുത്ത അഡ്വക്കേറ്റ്സും ലോ ഇൻറ്റേൺസൊക്കെ വരും ഫുഡ് കഴിക്കാനായിട്ട്. സോ ഉച്ച കഴിഞ്ഞ് നമ്മൾ പിന്നെയും കോർട്ട് പ്രൊസീഡിങ്സ് കാണുക, അതായിരുന്നു നമ്മളുടെ മെയിൻ ഡ്യൂട്ടി. സോ മാത്രമല്ല നമ്മളത് റെക്കോർഡും ചെയ്യണം. സോ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് 10 മണിക്ക് എത്തി. സോ ഇന്ന് നമ്മൾക്ക് സാർ ഡ്യൂട്ടി ആയിട്ട് തന്നത് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ കേസ് ഉണ്ടായിരുന്നു, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കേസ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ബെയർ ആക്ട് നോക്കി റെഫർ ചെയ്യുക, പിന്നെ ഒരു പ്രീവിയസ് കേസസ് ഒക്കെ നോക്കുക. അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഡ്യൂട്ടി. ആൻഡ് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കോർട്ട് പ്രൊസീഡിങ്സ് കാണാൻ വേണ്ടി പോയി. ആൻഡ് ഉച്ചയായപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിച്ചു. ആൻഡ് ഫുഡ് ഞാൻ ഇന്ന് ഇവിടെ ജയിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട്, അതായത് ജയിൽ ഫുഡ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചത്. ഇവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ വാങ്ങിച്ചത് ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. ആൻഡ് ഉച്ചയായപ്പോഴേക്കും നമ്മൾ വീണ്ടും കോർട്ട് പ്രൊസീഡിങ്സ് കാണാൻ വേണ്ടി പോയി. ആൻഡ് ഇത് നമ്മൾ വേറെ പല കോർട്സിൽ നമ്മൾ ഇരിക്കേണ്ടി വന്നു. നമ്മൾക്ക് 5A 5D അങ്ങനെ ഓരോരോ കോർട്സ് ഉണ്ട്. സോ അതിലൊക്കെ നമ്മൾ പോയി ഇരിക്കേണ്ടി വന്നു. ആൻഡ് അവിടുത്തെ പ്രൊസീഡിങ്സ് കാണുക, അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഡ്യൂട്ടി. നമ്മൾ ഇറങ്ങാനായപ്പോഴേക്കും നമ്മുടെ ബാച്ച്മേറ്റ്സ് ആദിനെയും വിഷ്ണുപ്രിയനെ കണ്ടു. പിന്നെയും തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ആൻഡ് പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ മോർണിംഗ് ഒരു 10 ആയപ്പോഴത്തേക്കും എത്തി. ആൻഡ് നമ്മൾ കേസ് ഫയൽസ് നോക്കി. എന്നിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ഹൈക്കോടതിനകത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്. സോ അവിടെ പോയിട്ട് നമ്മൾ 2 കാപ്പിയും പിന്നെ 3 പപ്സാണ് പറഞ്ഞത്. സോ ഈ ടൈമിൽ ക്യാൻറ്റീനിൽ തിരക്ക് കുറവായിരുന്നു, ബിക്കോസ് നമ്മൾ 11:30 കഴിഞ്ഞായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളവിടെ റെഫറൻസ് ലൈബ്രറി ഉണ്ട് ഹൈക്കോടതിയിൽ തന്നെ, അപ്പോൾ അതിനകത്ത് നമ്മൾ പോയി. സോ അവിടുത്തെ കുറച്ച് ബുക്സും കുറച്ച് റിലേറ്റഡ് കേസും നോക്കി. അത് കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ അതിനകത്ത്. സോ ഇന്നലെ ഞാൻ മറ്റേ ജയിൽ ഫുഡ് വാങ്ങിച്ചല്ലോ ഈ ഒരു ഫ്രീഡം ഫുഡ് ഫാക്ടറിയിൽ നിന്ന്. സോ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സ്നേഹ ഇന്നൊരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. ആൻഡ് അവൾ അതാണ് കഴിച്ചത്. ആൻഡ് പിന്നെ ഭദ്ര ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഞാനും വീട്ടിൽ നിന്ന് പുതിച്ചോറായിരുന്നു കൊണ്ടുവന്നത്. സോ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കോർട്ട് പ്രൊസീഡിങ്സ് കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയതൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ്. സോ ആ സമയത്ത് കണ്ടൊരു കാഴ്ചയായിരുന്നു ഈ ഒരു വ്യൂ. സോ ഇന്നത്തെ ദിവസം എത്തിയപ്പോഴേക്കും ഞാൻ ശരിക്കും ലേറ്റായിപ്പോയി, ബിക്കോസ് നല്ല മഴയായിരുന്നു. നമ്മളുടെ ആ ഒരു പെരുമ്പടപ്പ ഇടക്കൊച്ചി ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളപ്പൊക്കമായിരുന്നു. ആൻഡ് എങ്ങനെയൊക്കെ തുഴഞ്ഞെത്തി. നമ്മളുടെ രാവിലത്തെ കേസ് ഫയൽസൊക്കെ നോക്കി. അങ്ങനെ വന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു സ്ക്രീൻ ശ്രദ്ധിച്ചത്. സോ ഈ ഒരു സ്ക്രീനിൽ നമ്മളുടെ ഓരോ കേസും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് വന്ന വഴിക്ക് എനിക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. സോ അവിടെയും കയറി. പിന്നെ പിറ്റേ ദിവസം നേരത്തെ എത്തി, ഒരു 10 തന്നെ എത്താൻ പറ്റി. ആൻഡ് നമ്മളവിടെ സെറ്റിലായി കഴിഞ്ഞു. കുറച്ച് കേസ് ഫയൽസ് സാർ തന്നു, അതും പഠിച്ചു. പിന്നെ നമ്മൾക്ക് കുറച്ച് നോട്ട് ചെയ്യാൻ കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തു. സാർ അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഉണ്ടാകും ഈ ഓരോ കേസസിനെ പറ്റി. സോ അങ്ങനെയായിരുന്നു നമ്മുടെ അവിടുത്തെ ആ ഒരു ഓഫീസിലെ വർക്ക്. പിന്നെ ഇത് ഹൈക്കോർട്ടിൻ്റെ സൈഡ് വ്യൂ ആണ്. സോ ഇവിടെയും അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോസ് എടുക്കാനായിട്ട്. ആൻഡ് പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ രാഹുലിനെ കണ്ടു. ആൻഡ് നമ്മളൊരു കാപ്പിയൊക്കെ കുടിച്ചു. ആൻഡ് പിന്നെ ഇത് ഞാൻ മഴനെ ഡിസ്ക്രൈബ് ചെയ്തതാണ്, കാരണം ഇത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ നമ്മൾ വന്ന് പഠിക്കുന്നു. പിറ്റേ ദിവസം നമ്മൾ ഓഫീസിൽ നേരത്തെ എത്തി. ആൻഡ് അവിടുത്തെ കേസ് ലോസ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ടായിരുന്നു, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു ആ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കേസിനെ പറ്റി. സോ സാർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾക്കൊന്ന് കോളേജിൽ പോകാനുണ്ടായിരുന്നു, ബിക്കോസ് കോളേജിൽ ഒരു നാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. സോ അതൊരു 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. സോ അതേസമയം നമ്മളുടെ കേസിൻ്റെ ഹിയറിംഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് വേഗം ചെന്നപ്പോഴാണ് മനസ്സിലായത് ദ കേസ് വാസ് അഡ്ജേൺ ടു നെക്സ്റ്റ് വീക്ക്. ആൻഡ് ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ഓഫ് ഇൻറ്റേൺഷിപ്പാണ്. സോ നമ്മൾ ഉച്ചവരെ ആ പ്രൊസീഡിങ്സ് മുഴുവൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കച്ചേരിപ്പടിയിലുള്ള ചിയാങ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ആൻഡ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. നമ്മൾ പറഞ്ഞ ഐറ്റം വാസ് ചിക്കൻ നൂഡിൽസും ചിക്കൻ ജിഞ്ചർ ലൈമും ഫ്രഷ് ലൈമും കൂടി ട്രൈ ചെയ്യുമ്പോൾ രണ്ടും ടേസ്റ്റ് ഉണ്ടാവും അറിയാനുണ്ട്. അറ്റ് എ ടൈം ഒരെണ്ണം കുടിക്കേ, രണ്ടും കൂടി മിക്സ് ചെയ്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഒറ്റക്കൊറ്റ കുടിക്കേ. ജിഞ്ചറിന്റെ കുത്തുണ്ടാ, കാരണം ഇത് ജിഞ്ചർ സോഡയാണല്ലോ. സോ അവിടുത്തെ ചിരിയും കളിയും കഴിഞ്ഞ ശേഷം നമ്മൾ വെസ്റ്റ് സൈഡിൽ പോയി. അവിടെ ഭദ്ര ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ നമ്മളും കുറച്ച് സാൻഡൽസും ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് ഈ ദിവസം നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിൽ വന്നു. നമുക്ക് നമ്മളുടെ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ജില്ലാ കോടതിയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു. അവിടെ നമ്മൾ നേരെ വിട്ടു ടു ഹൈക്കോർട്ട്.
ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. സോ ഇതിലിപ്പോൾ സീലില്ല. അപ്പോൾ സീല് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ തപാലിലേക്ക് പോയി. ഇത് പുറകിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു തപാലിൻ്റെ ഓഫീസ്. ലോട്ടറി അടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടത്. അതായത് നമ്മളുടെ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്തത് വാസ് ഫ്രം മെയ് ടു ജൂൺ, പക്ഷെ നമുക്ക് അടിച്ച് കിട്ടിയത് വാസ് ഫ്രം ഏപ്രിൽ ടു മെയ്. ആ സമയത്തായിരുന്നെങ്കിൽ ഹൈക്കോർട്ട് വെക്കേഷനിലും ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലാണ്ട് ആകെ കൺഫ്യൂഷനായിപ്പോയി. ആൻഡ് പിറ്റേ ദിവസം നമ്മളുടെ കോളേജിൽ വോട്ടെണ്ണലിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഐറ്റം കിട്ടി, ബിസ്ക്കറ്റ് അപ്പം ഫ്രം ഭദ്ര ചേച്ചി. ഡേറ്റ് കറക്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റും കിട്ടി. ആൻഡ് ഈ ഒരു ഗൈഡൻസ് under Appu sir was highly informative. Thank you all for watching my video. Tata, bye bye, see you.